20-ാം നൂറ്റാണ്ടിന്റെ മധ്യം ബോംബെ എന്ന മഹാനഗരം അതിന്റെ സകല പ്രതാപത്തോടെയും വൈരുദ്ധ്യങ്ങളോടെയും വളരുകയാണ്. ഒരു വശത്ത് ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായി മാറാനുള്ള കുതിപ്പ്, മറുവശത്ത് ചേരികളിലും ഇരുണ്ട തെരുവുകളിലും പുകയുന്ന അധോലോകത്തിന്റെ മറ്റൊരു സാമ്രാജ്യം. നിയമത്തിനും പോലീസിനും മുകളിൽ മറ്റൊരു ഭരണകൂടം നിലനിന്നിരുന്ന കാലം. ആ ഭരണകൂടത്തിന്റെ അധിപന്മാരിൽ ഒരാളുടെ വാക്കായിരുന്നു പലപ്പോഴും അന്തിമവിധി. കോടതികൾക്കും കച്ചേരികൾക്കും പരിഹരിക്കാനാവാത്ത തർക്കങ്ങൾ അയാളുടെ മുന്നിലെത്തി. നീതി തേടി സാധാരണക്കാർ അയാളുടെ ദർബാറിൽ കാത്തുനിന്നു. ഒരേ സമയം ആളുകൾ ഭയക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത ആ അദൃശ്യ സാമ്രാജ്യത്തിന്റെ അധിപന്റെ പേര് കരീംലാല എന്നായിരുന്നു. ചരിത്രത്തിൽ കരീംലാലയെ അടയാളപ്പെടുത്തുന്നത് മുംബൈ അധോലോകത്തെ ആദ്യത്തെ ഡോൺ എന്ന പേരിലാണ്. എന്നാൽ ആരായിരുന്നു കരീംലാല? അഫ്ഗാനിസ്ഥാന്റെ മലനിരകളിൽ നിന്ന് മുംബൈയുടെ അധോലോക ചക്രവർത്തിയായി മാറിയ അബ്ദുൽ കരീം ഷേർ ഖാൻ എന്ന ആ മനുഷ്യന്റെ ജീവിതം ഒരു സിനിമാ കഥയെ വെല്ലുന്നതായിരുന്നു. ഒരു കൊടും കുറ്റവാളിയോ, അതോ തന്റെ സമൂഹത്തിലെ പാവപ്പെട്ടവരുടെ രക്ഷകനോ? ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ നമുക്ക് പതിറ്റാണ്ടുകൾ പിന്നോട്ട് അഫ്ഗാനിസ്ഥാനിലെ കുനാർ പ്രവിശ്യയിലേക്ക് യാത്ര ചെയ്യേണ്ടി വരും. അവിടെയാണ് 1911-ൽ അബ്ദുൽ കരീം ഷേർ ഖാന്റെ ജനനം. പഷ്തൂൺ വംശജരുടെ കരുത്തും ആത്മാഭിമാനവും സിരകളിലോടുന്നൊരു സമൂഹം. കുന്നുകളും മലകളും നിറഞ്ഞ ആ വരണ്ട ഭൂപ്രദേശത്ത് ജീവിതം കഠിനമായിരുന്നു. മെച്ചപ്പെട്ട ഒരു ജീവിതം സ്വപ്നം കണ്ട അനേകം പഷ്തൂണുകളെപ്പോലെ കരീമും തന്റെ ഭാഗ്യം പരീക്ഷിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ തന്റെ 20കളിൽ ആ ചെറുപ്പക്കാരൻ അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്ന പെഷവാറിലേക്ക് യാത്രയായി. അവിടെ നിന്ന് അവസരങ്ങളുടെ പറുദീസയെന്ന് കേട്ടറിഞ്ഞ ബോംബെയിലേക്ക് വണ്ടി കയറി. 1930കളിൽ ബോംബെ നഗരത്തിൽ കപ്പലിറങ്ങുമ്പോൾ അബ്ദുൽ കരീം ഷേർ ഖാന്റെ കയ്യിൽ വലിയ സമ്പാദ്യമൊന്നുമുണ്ടായിരുന്നില്ല. എന്നാൽ ഉയരവും തടിയുമുള്ള ആ അഫ്ഗാൻ യുവാവിന്റെ കണ്ണുകളിൽ പ്രതീക്ഷയുടെ കനലുകളുണ്ടായിരുന്നു. അക്കാലത്ത് ബോംബെയിലെത്തിയ പഷ്തൂണുകൾ പ്രധാനമായും 2 ജോലികളിലാണ് ഏർപ്പെട്ടിരുന്നത്. ഒന്ന്, തങ്ങളുടെ കായികക്ഷമതയുപയോഗിച്ച് സുരക്ഷാ ജീവനക്കാരായും ഫാക്ടറി തൊഴിലാളികളായും ജോലി ചെയ്യുക. 2, പലിശയ്ക്ക് പണം കൊടുക്കുന്ന ഇടപാടുകൾ നടത്തുക. ഇത് പഠാണി പൈസ എന്ന പേരിൽ അറിയപ്പെട്ടു. കരീംലാലയും തുടക്കത്തിൽ ഈ വഴിയിലൂടെയാണ് സഞ്ചരിച്ചത്. മുംബൈയിലെ ഡോക്യാർഡുകളിൽ ഒരു സാധാരണ തൊഴിലാളിയായിട്ടാണ് കരീം തന്റെ ജീവിതം ആരംഭിച്ചത്. കഠിനാധ്വാനിയായ ആ ചെറുപ്പക്കാരൻ സഹപ്രവർത്തകർക്കിടയിൽ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെട്ടു. തർക്കങ്ങൾ പരിഹരിക്കുന്നതിലും ആളുകളെ ഒരുമിപ്പിക്കുന്നതിലും അയാൾക്കൊരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. പഷ്തൂൺ സമൂഹത്തിൽ സ്വാഭാവികമായും തന്നെ അയാൾക്കൊരു നേതൃസ്ഥാനം ലഭിച്ചു. ആളുകൾ തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി അയാളെ സമീപിക്കാൻ തുടങ്ങി. ലാല എന്ന് അവർ അയാളെ ആദരവോടെ വിളിക്കാൻ തുടങ്ങി. അങ്ങനെ അബ്ദുൽ കരീം ഷേർ ഖാൻ കരീം ലാല ആയി മാറി തുടങ്ങുകയായിരുന്നു. എന്നാൽ കേവലം തർക്കങ്ങൾ പരിഹരിക്കുന്നൊരു സാമൂഹിക പ്രവർത്തകനായി ഒതുങ്ങാൻ കരീം ലാല തയ്യാറായിരുന്നില്ല. ബോംബെ നഗരത്തിന്റെ ഇരുണ്ട വശങ്ങളിലെ സാധ്യതകൾ അയാൾ തിരിച്ചറിഞ്ഞു. അക്കാലത്ത് നഗരത്തിൽ പതുക്കെ വേരുറപ്പിക്കുകയായിരുന്ന അനധികൃത ചൂതാട്ട കേന്ദ്രങ്ങൾ അഥവാ മട്ക കരീം ലാലയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഈ ചൂതാട്ട കേന്ദ്രങ്ങളുടെ നിയന്ത്രണം പിടിച്ചെടുക്കുന്നത് വൻ സാമ്പത്തിക നേട്ടമുണ്ടാക്കും എന്നയാൾ കണക്കുകൂട്ടി. തുടക്കത്തിൽ ചെറിയ എതിർപ്പുകൾ നേരിടേണ്ടി വന്നെങ്കിലും തന്റെ കായികബലവും അനുയായികളുടെ പിന്തുണയും ഉപയോഗിച്ച് കരീംലാല മുംബൈയിലെ പ്രധാന ചൂതാട്ട കേന്ദ്രങ്ങളെല്ലാം തന്നെ പതിയെ കൈക്കലാക്കി. അതോടൊപ്പം അനധികൃത മദ്യവ്യാപാരത്തിലേക്കും അയാൾ കടന്നു. ഇതോടെ കേവലമൊരു തൊഴിലാളി നേതാവിൽ നിന്ന് മുംബൈയിലെ ദക്ഷിണഭാഗത്തുള്ള ഡോങ്ക്രി, ഭേണ്ടി ബസാർ, മുഹമ്മദ് അലി റോഡ് തുടങ്ങിയ സ്ഥലങ്ങളിലെ അനിഷേധ്യനായ നേതാവായി കരീംലാല വളർന്നു. നിയമവ്യവസ്ഥയ്ക്ക് പിടികൊടുക്കാതെ സമാന്തരമായ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുകയായിരുന്നു അയാൾ. ഓരോ ദിവസവും രാവിലെ തന്റെ വീടിനു പുറത്ത് അയാൾ ഒരു ദർബാർ നടത്തുമായിരുന്നു. സാമ്പത്തിക തർക്കങ്ങൾ, കുടുംബവഴക്കുകൾ, ഭൂമി പ്രശ്നങ്ങൾ തുടങ്ങി എന്തും ആ ദർബാറിൽ പരിഹരിക്കപ്പെട്ടു. പോലീസിനെ സമീപിക്കുന്നതിനേക്കാൾ വേഗത്തിൽ തങ്ങൾക്ക് നീതി ലഭിക്കുമെന്ന് പല സാധാരണക്കാരും വിശ്വസിച്ചു. ഈ ജനകീയ പിന്തുണയായിരുന്നു കരീംലാലയുടെ ഏറ്റവും വലിയ കവചം. അയാൾ പതുക്കെ മുംബൈ അധോലോകത്തിലെ ആദ്യത്തെ ഗോഡ് ഫാദറായി സ്വയം അവരോധിക്കപ്പെടുകയായിരുന്നു. എന്നാൽ ഈ വളർച്ചയുടെ അടുത്ത ഘട്ടം കൂടുതൽ സംഘർഷഭരിതമായിരുന്നു.
കാരണം ബോംബെ നഗരത്തിൽ കരീംലാല മാത്രമല്ല കരുത്താർജിച്ചു വന്നിരുന്നത്. മറ്റു 2 ശക്തികൾ കൂടി അണിയറയിൽ തങ്ങളുടെ സാമ്രാജ്യം പടുത്തുയർത്തുന്നുണ്ടായിരുന്നു. ബോംബെ നഗരത്തിന്റെ അധോലോക ഭൂപടം അക്കാലത്ത് 3 വിഭജിക്കപ്പെട്ടിരുന്നു. അതിലൊരാൾ കരീംലാലയായിരുന്നെങ്കിൽ മറ്റു 2 ശക്തികേന്ദ്രങ്ങൾ ഹാജി മസ്താനും വരദരാജൻ മുഡ്ലിയാരുമായിരുന്നു. ഈ 3 പേരും ചേർന്നൊരു അദൃശ്യ ഭരണകൂടമാണ് പതിറ്റാണ്ടുകളോളം മുംബൈയെ നിയന്ത്രിച്ചത്. അവരുടെ പ്രവർത്തന മേഖലകളും രീതികളും വ്യത്യസ്തമായിരുന്നു. കരീംലാല തന്റെ പഷ്തൂൻ പാരമ്പര്യത്തിന്റെ കരുത്തും ആൾബലവും ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തിയും സംരക്ഷണം നൽകിയും പണം പിരിച്ചപ്പോൾ ഹാജി മസ്താൻ കൂടുതൽ സൂക്ഷ്മതയോടെയും ബുദ്ധിപരമായും നീങ്ങി. തമിഴ്നാട്ടിൽ നിന്ന് കുടിയേറിയ ഹാജി മസ്താൻ മിർസ മുംബൈ തുറമുഖത്തെ ഒരു സാധാരണ കൂലിപ്പണിക്കാരനായാണ് ജീവിതം തുടങ്ങിയത്. എന്നാൽ തുറമുഖത്തെ സാധ്യതകൾ അവൻ വേഗത്തിൽ തിരിച്ചറിഞ്ഞു. കള്ളക്കടത്തിന്റെ രാജാവായിട്ടാണ് ഹാജി മസ്താൻ അറിയപ്പെട്ടത്. സ്വർണം, വെള്ളി, ഇലക്ട്രോണിക് സാധനങ്ങൾ എന്നിവ കടത്തുന്നതിൽ അയാൾ വൈദഗ്ധ്യം നേടി. കരീംലാലയെപ്പോലെ നേരിട്ടുള്ള അക്രമങ്ങളിൽ മസ്താൻ അധികമേർപ്പെട്ടിരുന്നില്ല. പകരം തന്റെ പണവും സ്വാധീനവും ഉപയോഗിച്ച് കാര്യങ്ങൾ നിയന്ത്രിച്ചു. പോലീസിലും രാഷ്ട്രീയത്തിലും അയാൾക്ക് വലിയ പിടിപാടുണ്ടായിരുന്നു. വെള്ള വസ്ത്രങ്ങൾ ധരിച്ച് മേഴ്സഡീസ് ബെൻസിൽ സഞ്ചരിക്കുന്ന ബോളിവുഡ് താരങ്ങളുമായി സൗഹൃദം പുലർത്തുന്ന ഒരു സ്റ്റൈലിഷ് ഡോണായിരുന്നു ഹാജി മസ്താൻ. 3ാമൻ വരദരാജൻ മുതലിയാർ അഥവാ വരദഭായ്. തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ നിന്ന് ബോംബെയിലെത്തിയ വരദരാജൻ VT സ്റ്റേഷനിൽ ഒരു പോർട്ടറായാണ് തുടങ്ങിയത്. പിന്നീട് വ്യാജമദ്യനിർമ്മാണത്തിലൂടെയും വിതരണത്തിലൂടെയും അയാൾ അധോലോകത്ത് ചുവടുറപ്പിച്ചു. ധാരാവി, മാട്ടുങ്ങ, സയൺ തുടങ്ങിയ തമിഴ് ഭൗരിപക്ഷ പ്രദേശങ്ങൾ അയാളുടെ നിയന്ത്രണത്തിലായി. കരീംലാലയെപ്പോലെ വരദരാജനും സ്വന്തമായി ഒരു ജനകീയ കോടതി നടത്തിയിരുന്നു. പാവപ്പെട്ട തമിഴരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും അവർക്ക് രക്ഷകനായി മാറുകയും ചെയ്തു. ഈ 3 അധോലോക നായകന്മാരും തുടക്കത്തിൽ ചെറിയ സംഘർഷങ്ങളിലേർപ്പെട്ടെങ്കിലും ഒരു വലിയ യുദ്ധം തങ്ങളുടെ സാമ്രാജ്യങ്ങളെ തകർക്കുമെന്ന് അവർ തിരിച്ചറിഞ്ഞു. അങ്ങനെ അവർക്കിടയിൽ ഒരു ധാരണ രൂപപ്പെട്ടു. അതൊരു ചരിത്രപരമായ തീരുമാനമായിരുന്നു. അവർ ബോംബെ നഗരത്തെ 3 വിഭജിച്ചു. കരീംലാല തെക്കൻ മുംബൈയിലെ ഡോംഗ്രി, ഭേണ്ടി ബസാർ, മുഹമ്മദലി റോഡ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഭരിച്ചു. വരദരാജൻ ധാരാവി മുതൽ വടക്ക് കിഴക്കൻ മുംബൈ വരെ നിയന്ത്രിച്ചു. ഹാജി മസ്താനാകട്ടെ തുറമുഖങ്ങളും കടലും കേന്ദ്രീകരിച്ചുള്ള കള്ളക്കടത്ത് സാമ്രാജ്യത്തിന്റെ അധിപനായി തുടർന്നു. അവർ പരസ്പരം കാര്യങ്ങളിൽ ഇടപെടില്ലെന്ന ധാരണയായി. ഈ സഖ്യം പതിറ്റാണ്ടുകളോളം മുംബൈ അധോലോകത്തിൽ സമാധാനം നിലനിർത്തി. കരീംലാലയുടെ പ്രധാന വരുമാനമാർഗമായിരുന്നു ഹഫ്ത അഥവാ ആഴ്ചപ്പടി പിരിക്കൽ. തന്റെ അധികാരപരിധിയിലുള്ള വ്യാപാരികളിൽ നിന്നും ഹോട്ടലുടമകളിൽ നിന്നും നിർമ്മാതാക്കളിൽ നിന്നും അയാൾ കൃത്യമായി പണം പിരിച്ചു. പണം തന്നാൽ അവർക്ക് സംരക്ഷണം ലഭിക്കും, അല്ലെങ്കിൽ ഭവിഷ്യത്തുകൾ ഗുരുതരമായിരിക്കും. തന്റെ കരുത്തനായ പഠാണി അംഗരക്ഷകരെ ഉപയോഗിച്ചാണ് അയാൾ എതിരാളികളെ ഒതുക്കിയിരുന്നത്. എന്നാൽ ഈ പണത്തിന്റെ ഒരു ഭാഗം അയാൾ തന്റെ സമൂഹത്തിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി ചെലവഴിച്ചു. പെൺകുട്ടികളുടെ വിവാഹം നടത്താനും രോഗികളെ സഹായിക്കാനും പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകാനും അയാൾ മുന്നിട്ടിറങ്ങി. ഇത് അയാൾക്കൊരു റോബിൻഹുഡ് പരിവേഷം നൽകി. നിയമത്തിന്റെ കണ്ണിൽ അയാളൊരു കുറ്റവാളിയായിരുന്നെങ്കിലും അയാളുടെ സമൂഹത്തിൽ അയാളൊരു രാജാവായിരുന്നു. സിനിമാ ലോകത്തും കരീംലാലയ്ക്ക് വലിയ സ്വാധീനമുണ്ടായിരുന്നു. പല സിനിമാ നിർമ്മാതാക്കളും സാമ്പത്തിക സഹായത്തിനായി അയാളെ സമീപിച്ചു. നടീനടന്മാർക്കിടയിലെ തർക്കങ്ങൾ പരിഹരിക്കാൻ പോലും അയാൾ ഇടപെട്ടു. ദിലീപ് കുമാർ, അമിതാഭ് ബച്ചൻ തുടങ്ങിയ വലിയ താരങ്ങളുമായി അയാൾക്ക് സൗഹൃദമുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. അയാളുടെ ജീവിതം തന്നെ പല ഹിന്ദി സിനിമകൾക്കും പ്രചോദനമായി. ഓരോ വെള്ളിയാഴ്ചയും തന്റെ വീടിന് സമീപമുള്ള പള്ളിയിൽ നമസ്കാരത്തിനു ശേഷം കരീംലാല ഒരു ദർബാർ നടത്തുമായിരുന്നു. 100 കണക്കിന് ആളുകൾ തങ്ങളുടെ പരാതികളുമായി അവിടെ കാത്തുനിൽക്കും. മണിക്കൂറുകൾക്കുള്ളിൽ അയാൾ വിധി കൽപ്പിക്കും. ആ വിധി അന്തിമമായിരുന്നു. പോലീസിനോ കോടതിക്കോ പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടിരുന്ന ആ ദർബാർ കരീംലാലയുടെ അധികാരത്തിന്റെ ഏറ്റവും വലിയ പ്രതീകമായിരുന്നു. അയാളുടെ സാമ്രാജ്യം അതിന്റെ ഉന്നതിയിൽ നിൽക്കുന്ന സമയമായിരുന്നു അത്. എന്നാൽ കാലം മാറുകയായിരുന്നു. ബോംബെയുടെ തെരുവുകളിൽ പുതിയൊരു തലമുറയുടെ കാൽപ്പെരുമാറ്റം മുഴങ്ങി തുടങ്ങിയിരുന്നു. ആ തലമുറ പഴയ നിയമങ്ങളോ ധാരണകളോ മാനിക്കുന്നവരായിരുന്നില്ല. അവരുടെ വരവ് പതിറ്റാണ്ടുകൾ നീണ്ട ഈ സമാധാനപരമായ അധോലോക ഭരണത്തിന് അന്ത്യം കുറിക്കാനുള്ളതായിരുന്നു.
1970കളുടെ അവസാനത്തോടെ ബോംബെ നഗരത്തിന്റെ അധോലോക സമവാക്യങ്ങൾ മാറിത്തുടങ്ങി. കരീംലാലയും ഹാജി മസ്താനും വരദരാജനും തങ്ങളുടെ സാമ്രാജ്യങ്ങളുടെ അധിപന്മാരായി വാഴുമ്പോഴും അവരുടെ അധികാരത്തിന് താഴെ ഒരു പുതിയ തലമുറ വളർന്നു വരുന്നുണ്ടായിരുന്നു. അവർക്ക് പഴയ അധോലോക നിയമങ്ങളോട് പുച്ഛമായിരുന്നു. ക്ഷമയോടെ കാത്തിരിക്കാനോ അധികാരമേഖലകൾ പങ്കുവയ്ക്കാനോ അവർ തയ്യാറായിരുന്നില്ല. എല്ലാം പിടിച്ചെടുക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. ഈ പുതിയ തലമുറയുടെ മുഖമായിരുന്നു ദാവൂദ് ഇബ്രാഹിം കാസ്കർ. ഒരു പോലീസ് കോൺസ്റ്റബിളിന്റെ മകനായിരുന്ന ദാവൂദ് മുംബൈയിലെ ഡോംഗ്രി പ്രദേശത്ത് തന്നെയാണ് വളർന്നത്, കരീംലാലയുടെ സാമ്രാജ്യത്തിന്റെ ഹൃദയഭാഗത്ത്. ചെറുപ്പത്തിൽ തന്നെ കുറ്റകൃത്യങ്ങളുടെ ലോകത്തേക്ക് ആകർഷിക്കപ്പെട്ട ദാവൂദും സഹോദരൻ ഷബീർ ഇബ്രാഹിം കാസ്കറും ചേർന്ന് ഒരു ചെറിയ സംഘം രൂപീകരിച്ചു. തുടക്കത്തിൽ ഹാജി മസ്താൻ കരീംലാല സംഘങ്ങളുടെ ചെറിയ ജോലികൾ ചെയ്താണ് അവർ മുന്നോട്ടു പോയത്. എന്നാൽ ദാവൂദിന്റെ ലക്ഷ്യങ്ങൾ വളരെ വലുതായിരുന്നു. അയാൾക്ക് സ്വന്തമായൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കണമായിരുന്നു. അതിനു മുന്നിലുള്ള ഏറ്റവും വലിയ തടസ്സം കരീംലാലയുടെ നേതൃത്വത്തിലുള്ള ശക്തരായ പഠാൻ സംഘമായിരുന്നു. അക്കാലത്ത് കരീംലാലയുടെ അനന്തരവന്മാരായ ആലം സേബും അമീർ സാദയുമായിരുന്നു പഠാൻ സംഘത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിരുന്നത്. അവർ ഡോംഗ്രിയിലും പരിസരങ്ങളിലും തങ്ങളുടെ അധികാരം ഉറപ്പിച്ചിരുന്നു. ദാവൂദിന്റെ വളർച്ച അവർക്കിഷ്ടപ്പെട്ടില്ല. ചെറിയ സ്റ്റിക്കങ്ങൾ പതിയെ വലിയ സംഘർഷങ്ങളിലേക്ക് വഴിമാറി. ദാവൂദിന്റെ സംഘത്തെ ഒരു പഠനം പഠിപ്പിക്കാൻ പഠാൻ സംഘം തീരുമാനിച്ചു. എന്നാൽ ദാവൂദിന്റെ തന്ത്രങ്ങളെയും ക്രൂരതയെയും വിലയിരുത്തുന്നതിൽ അവർക്ക് തെറ്റുപറ്റി. 1981 മുംബൈ അധോലോക ചരിത്രത്തിലെ നിർണായകമായൊരു സംഭവം നടന്നു. ദാവൂദ് ഇബ്രാഹിം കരീംലാലയുടെ സാമ്രാജ്യത്തിന്റെ നെടും തൂണുകളിലൊന്നായിരുന്ന ആലം സേബിനെ വകവരുത്താൻ പദ്ധതിയിട്ടു. അതൊരെളുപ്പമുള്ള കാര്യമല്ലായിരുന്നു. എന്നാൽ ദാവൂദിന്റെ സംഘം കൃത്യമായി ആസൂത്രണം ചെയ്ത് ഒരു മുംബൈ സെഷൻസ് കോടതിക്ക് സമീപം വെച്ച് ആലം സേബിനെ വെടിവെച്ചു കൊന്നു. ഈ കൊലപാതകം അധോലോകത്തെ ഞെട്ടിച്ചു. കരീംലാലയുടെ അധികാരത്തോടുള്ളൊരു തുറന്ന യുദ്ധപ്രഖ്യാപനമായിരുന്നു അത്. അതുവരെ നിലനിന്നിരുന്ന എല്ലാ ധാരണകളും അതോടെ അവസാനിച്ചു. പതിറ്റാണ്ടുകൾ നീണ്ട മുംബൈ നഗരം കണ്ടിട്ടില്ലാത്ത ഒരു രക്തരൂക്ഷിതമായ ഗ്യാങ് വാറിന് അതോടെ തിരികൊളുത്തപ്പെട്ടു. അനന്തരവന്റെ കൊലപാതകം കരീംലാലയെ തളർത്തി. പ്രായത്തിന്റെ അവശതകൾ കാരണം കുറ്റകൃത്യങ്ങളിൽ നിന്ന് പതിയെ പിൻവാങ്ങിയിരുന്ന ലാലയ്ക്ക് വീണ്ടും രംഗത്തിറങ്ങേണ്ടി വന്നു. തന്റെ അധികാരത്തെയും വംശത്തിന്റെ അഭിമാനത്തെയും ചോദ്യം ചെയ്ത ദാവൂദിനോട് പ്രതികാരം ചെയ്യാൻ അയാൾ ഉറച്ചു. കരീംലാല തന്റെ രണ്ടാമത്തെ അനന്തരവനായ അമീർ സാദയുടെ നേതൃത്വത്തിൽ പഠാൻ സംഘത്തെ ദാവൂദിനെതിരെ അഴിച്ചുവിട്ടു. മുംബൈയുടെ തെരുവുകൾ വെടിയൊച്ചകൾ കൊണ്ടും മരണങ്ങൾ കൊണ്ടും മുഖരിതമായി. ഇരുവിഭാഗത്തും നിരവധി പേർ കൊല്ലപ്പെട്ടു. ഈ യുദ്ധത്തിനിടയിലാണ് ദാവൂദിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിച്ചടി സംഭവിക്കുന്നത്. 1982 ഫെബ്രുവരി 12 രാത്രി ദാവൂദിന്റെ സഹോദരനും സംഘത്തിലെ രണ്ടാമനുമായ ഷബീർ ഇബ്രാഹിം കാസ്കർ ഒരു പെട്രോൾ പമ്പിന് സമീപം വെച്ച് പഠാൻ സംഘത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അമീർ സാദയുടെ വലങ്കൈയായിരുന്ന മന്യ സുർവെ എന്ന കുപ്രസിദ്ധ കുറ്റവാളിയാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന് പറയപ്പെടുന്നു. സഹോദരന്റെ മരണം ദാവൂദിനെ തകർത്തു. അതോടൊപ്പം അയാളുടെ പ്രതികാരദാഹം ആളിക്കത്തി. ഇനി അതൊരു അധികാരത്തിനു വേണ്ടിയുള്ള യുദ്ധം മാത്രമല്ലായിരുന്നു, അതൊരു വ്യക്തിപരമായ പകപോക്കലായി മാറി. ഷബീറിന്റെ കൊലപാതകത്തിന് പകരം ചോദിക്കുമെന്ന് ദാവൂദ് ശപഥം ചെയ്തു. പഠാൻ സംഘത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നതായിരുന്നു അയാളുടെ ഏക ലക്ഷ്യം. അതിനായി അയാൾ ഏതറ്റം വരെയും പോകാൻ തയ്യാറായിരുന്നു. മുംബൈയുടെ തെരുവുകളിൽ ചോരപ്പുഴ ഒഴുക്കിയ യുദ്ധം അതിന്റെ മൂർധന്യാവസ്ഥയിലേക്ക് നീങ്ങുകയായിരുന്നു. ഒരു വശത്ത് പതിറ്റാണ്ടുകളുടെ അനുഭവസമ്പത്തും കരുത്തുമുള്ള കരീംലാലയുടെ പഠാൻ സംഘം, മറുവശത്ത് സഹോദരന്റെ മരണത്തിന് പകരം ചോദിക്കാൻ ഏതറ്റം വരെയും പോകുന്ന തന്ത്രങ്ങളും ക്രൂരതയും കൈമുതലാക്കിയ ദാവൂദ് ഇബ്രാഹിമിന്റെ ഡി കമ്പനി. ആര് ജയിക്കും ആര് വീഴുമെന്നറിയാൻ മുംബൈ നഗരം ശ്വാസമടക്കിപ്പിടിച്ച് കാത്തിരുന്നു. സഹോദരൻ ഷബീറിന്റെ കൊലപാതകത്തോടെ ദാവൂദ് ഇബ്രാഹിമിന്റെ പ്രവർത്തന രീതികൾ പൂർണ്ണമായും മാറി. അതുവരെ ലാഭനഷ്ടങ്ങൾ നോക്കി കരുക്കൾ നീക്കിയിരുന്ന അയാൾ പിന്നീട് വികാരങ്ങൾക്കടിമപ്പെട്ടു. പഠാൻ സംഘത്തിലെ ഓരോരുത്തരെയും ഇല്ലാതാക്കുക എന്നത് അയാളുടെ ജീവിതവ്രതമായി. കരീംലാലയുടെ സാമ്രാജ്യത്തിന്റെ അടിവേരറുക്കാൻ ദാവൂദ് തന്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ചു. ഷബീറിന്റെ മരണത്തിന് കാരണക്കാരായവരെന്ന് അയാൾ വിശ്വസിച്ച ഓരോരുത്തരെയും അയാൾ വേട്ടയാടി. ഈ വേട്ടയിലെ ആദ്യത്തെ പ്രധാന ഇര മന്യ സുർവെയായിരുന്നു. അക്കാലത്തെ മുംബൈയിലെ ഏറ്റവും അപകടകാരിയായ കുറ്റവാളികളിൽ ഒരാളായിരുന്ന മന്യ സുർവെ കരീംലാലയുടെ സംഘത്തിനു വേണ്ടി ഷബീറിനെ കൊലപ്പെടുത്തിയെന്ന വിവരം ദാവൂദിന് ലഭിച്ചു. എന്നാൽ മന്യ സുർവയെ നേരിട്ട് കൈകാര്യം ചെയ്യുന്നത് എളുപ്പമല്ലെന്ന് ദാവൂദിന് അറിയാമായിരുന്നു.
അയാൾ ഒരു പുതിയ തന്ത്രം പ്രയോഗിച്ചു. പോലീസിനെ ഉപയോഗിച്ച് ശത്രുവിനെ ഇല്ലാതാക്കുക. ദാവൂദ് തന്റെ ആളുകളെ ഉപയോഗിച്ച് മന്യാസുർവയുടെ ഒളിത്താവളത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ മുംബൈ പോലീസിന് ചോർത്തി നൽകി. 1982 ജനുവരി 11 വഡാലയിലെ ഒരു കോളേജിന് സമീപം വെച്ച് മുംബൈ പോലീസിന്റെ ആദ്യത്തെ എൻകൗണ്ടർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സംഭവത്തിൽ മന്യാസുർവെ കൊല്ലപ്പെട്ടു. ദാവൂദിന്റെ പ്രതികാര പരമ്പരയിലെ ആദ്യത്തെ അധ്യായം അതായിരുന്നു. അടുത്ത ലക്ഷ്യം കരീംലാലയുടെ അനന്തരവനും പഠാൻ സംഘത്തിന്റെ തലവനുമായ അമീർസാദയായിരുന്നു. ഷബീറിന്റെ കൊലപാതകത്തിന് നേരിട്ട് നേതൃത്വം നൽകിയത് അമീർസാദയാണെന്ന് ദാവൂദ് വിശ്വസിച്ചു. മാസങ്ങളോളം നീണ്ട ആസൂത്രണത്തിനൊടുവിൽ 1983 മുംബൈ സെഷൻസ് കോടതി വളപ്പിൽ വെച്ച് ദാവൂദിന്റെ വിശ്വസ്തനായ ഡേവിഡ് പർദേശി അമീർസാദയെ വെടിവെച്ചുകൊന്നു. ആലംസേബിനെ കൊലപ്പെടുത്തിയ അതേ സ്ഥലത്തുവെച്ച് തന്നെ അമീർസാദയും കൊല്ലപ്പെട്ടത് കരീംലാലയുടെ സംഘത്തിന് ഏറ്റ കനത്ത പ്രഹാരമായി. തന്റെ 2 അനന്തരവന്മാരെയും നഷ്ടപ്പെട്ടതോടെ കരീംലാല മാനസികമായി തളർന്നു. പതിറ്റാണ്ടുകളായി താൻ പടുത്തുയർത്തിയ സാമ്രാജ്യം കൺമുന്നിൽ തകർന്നടിയുന്നത് അയാൾക്ക് നിസ്സഹായനായി നോക്കി നിൽക്കേണ്ടി വന്നു. അമീർസാദയുടെ കൊലപാതകത്തോടെ പഠാൻ സംഘത്തിന്റെ ശക്തി പൂർണ്ണമായും ക്ഷയിച്ചു. സംഘത്തിലെ ശേഷിച്ച അംഗങ്ങളെ ഒന്നൊന്നായി ദാവൂദിന്റെ ആളുകൾ വേട്ടയാടി കൊലപ്പെടുത്തി. ഈ ഗ്യാങ് വാറിന്റെ ക്രൂരത മുംബൈ നഗരത്തെ ഭീതിയിലാഴ്ത്തി. ഏകദേശം 3 വർഷത്തോളം നീണ്ടുനിന്ന ഈ രക്തരൂക്ഷിതമായ പോരാട്ടത്തിൽ പഠാൻ സംഘം പൂർണ്ണമായും തുടച്ചു നീക്കപ്പെട്ടു. കരീംലാലയുടെ സാമ്രാജ്യം തകർന്നടിഞ്ഞു. ദാവൂദ് ഇബ്രാഹിം മുംബൈ അധോലോകത്തിന്റെ പുതിയ അധിപനായി സ്വയം അവരോധിച്ചു. ഈ സമയമായപ്പോഴേക്കും കരീംലാല പൂർണ്ണമായും പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറിയിരുന്നു. തന്റെ ശക്തിയും സ്വാധീനവും നഷ്ടപ്പെട്ട അയാൾ ഒരു സാധാരണ ജീവിതത്തിലേക്ക് ഒതുങ്ങി. എന്നാൽ ദാവൂദിന്റെ പ്രതികാരം അപ്പോഴും അവസാനിച്ചിരുന്നില്ല. കരീംലാലയുടെ മറ്റൊരു സഹോദരനായ റഹീം ഖാനെയും ദാവൂദിന്റെ സംഘം കൊലപ്പെടുത്തി. തന്റെ കുടുംബത്തിലെ പുരുഷന്മാരെല്ലാം കൊല്ലപ്പെട്ടതോടെ കരീംലാല നിസ്സഹായനായി. താൻ കെട്ടിപ്പടുത്ത സാമ്രാജ്യം കൺമുന്നിലില്ലാതായതും തന്റെ പ്രിയപ്പെട്ടവർ ഒന്നൊന്നായി കൊല്ലപ്പെടുന്നതും കണ്ടു നിൽക്കാനേ ആ വൃദ്ധന് കഴിഞ്ഞുള്ളൂ. ഈ സാഹചര്യത്തിലാണ് കരീംലാല, ഹാജി മസ്താൻ, വരദരാജൻ മുതലിയാർ തമ്മിൽ ഒരു സന്ധി സംഭാഷണത്തിന് കളമൊരുങ്ങുന്നത്. ദാവൂദിന്റെ വളർച്ച തങ്ങൾക്കെല്ലാവർക്കും ഭീഷണിയാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. ഈ രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിക്കാൻ അവർ തീരുമാനിച്ചു. അങ്ങനെ ഒരു ദിവസം അവർ മൂവരും ഒരുമിച്ചിരുന്ന് സംസാരിച്ചു. ഈ യുദ്ധം അവസാനിപ്പിക്കാനും ദാവൂദുമായി ഒരു സമാധാന കരാറിൽ ഏർപ്പെടാനും അവർ തീരുമാനിച്ചു. കരീംലാല ദാവൂദിനോട് ക്ഷമിച്ചതായും ഇനി തങ്ങൾക്കിടയിൽ ശത്രുതയില്ലെന്നും പ്രഖ്യാപിച്ചു. ഈ സന്ധിക്ക് ശേഷമാണ് 3 അധോലോക നായകന്മാരും ഒരുമിച്ചു നിൽക്കുന്ന പ്രശസ്തമായ ആ ഫോട്ടോ എടുക്കുന്നത്. അധോലോകത്തിന്റെ ഒരു യുഗത്തിന്റെ അവസാനവും പുതിയൊന്നിന്റെ തുടക്കവും കുറിച്ച ചിത്രം കൂടിയായിരുന്നു അത്. ഈ സംഭവങ്ങൾക്ക് ശേഷം കരീംലാല പൂർണ്ണമായും പൊതുരംഗത്ത് നിന്ന് അപ്രത്യക്ഷനായി. തന്റെ ശേഷിച്ച കാലം കുടുംബത്തോടൊപ്പം ശാന്തമായി ജീവിക്കാൻ അയാൾ ആഗ്രഹിച്ചു. ഒരു കാലത്ത് മുംബൈ നഗരത്തെ വിറച്ചിരുന്ന ആ അഫ്ഗാൻ ഡോൺ ഒടുവിൽ കാലത്തിന്റെ കുത്തൊഴുക്കിൽ ഒരു ഓർമ്മ മാത്രമായി മാറുകയായിരുന്നു. പഠാൻ സംഘവുമായുള്ള യുദ്ധം അവസാനിച്ചതോടെ കരീംലാല അധോലോക പ്രവർത്തനങ്ങളിൽ നിന്ന് പൂർണ്ണമായും വിരമിച്ചു. പ്രായം അയാളെ തളർത്തിയിരുന്നു. അതിലുപരി കൺമുന്നിൽ തന്റെ രക്തബന്ധുക്കൾ ഒന്നൊന്നായി ഇല്ലാതാകുന്നത് കണ്ടതിന്റെ ആഘാതം അയാളെ നിശബ്ദനാക്കിയിരുന്നു. ഒരു കാലത്ത് മുംബൈ നഗരത്തിന്റെ ഒരു ഭാഗം അടക്കി ഭരിച്ചിരുന്ന ആ മനുഷ്യൻ തന്റെ വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങി. അധികാരത്തിന്റെ ഗർജനം നിശബ്ദിച്ചപ്പോൾ അയാൾ ഒരു സാധാരണ കുടുംബനാഥനായി മാറി. എന്നാൽ കരീംലാല എന്ന പേര് മുംബൈയുടെ ഓർമ്മകളിൽ നിന്ന് അത്ര പെട്ടെന്ന് മാഞ്ഞുപോകുന്ന ഒന്നായിരുന്നില്ല. അയാളുടെ അധികാരവും സ്വാധീനവും ക്ഷയിച്ചെങ്കിലും ജനങ്ങൾക്കിടയിൽ അയാൾക്കുള്ള ബഹുമാനവും ഭയവും കലർന്ന സ്ഥാനം നിലനിന്നു. അയാളുടെ ദർബാർ പഴയ പ്രതാപത്തോടെ അല്ലെങ്കിലും തുടർന്നു പോന്നിരുന്നു. നിയമവ്യവസ്ഥയിൽ വിശ്വാസം നഷ്ടപ്പെട്ട സാധാരണക്കാർ അപ്പോഴും തങ്ങളുടെ പ്രശ്നപരിഹാരത്തിനായി അയാളെ സമീപിച്ചു. സാമ്പത്തിക തർക്കങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾക്ക് അയാൾ തീർപ്പ് കൽപ്പിച്ചു. പണം പിരിക്കാനോ ഭീഷണിപ്പെടുത്താനോ ഉള്ള ഒരു സംവിധാനമായിരുന്നില്ല അത് അപ്പോൾ, മറിച്ച് ഒരു സാമൂഹിക കോടതിയുടെ രൂപം കൈവരിച്ചു. ദശാബ്ദങ്ങളുടെ അനുഭവസമ്പത്തിൽ നിന്ന് അയാൾ നൽകുന്ന ഉപദേശങ്ങൾക്കും തീരുമാനങ്ങൾക്കും ആളുകൾ വില കൽപ്പിച്ചു. രാഷ്ട്രീയത്തിലും ഒരു കൈനോക്കാൻ കരീംലാല ഈ കാലഘട്ടത്തിൽ ശ്രമിച്ചു. 1980-ൽ പഖ്തൂനി ഹിന്ദ് എന്ന പേരിൽ അയാൾ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു. മുംബൈയിലെ പഷ്തൂൻ സമൂഹത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുക, അവർക്ക് രാഷ്ട്രീയ പ്രാതിനിധ്യം ഉറപ്പാക്കുക എന്നതായിരുന്നു പാർട്ടിയുടെ പ്രഖ്യാപിത ലക്ഷ്യം. എന്നാൽ ഈ രാഷ്ട്രീയ പരീക്ഷണം ഒരു പരാജയമായിരുന്നു. അധോലോക നായകൻ എന്ന പ്രതീക്ഷയെ മാറ്റിയെടുക്കാനും ഒരു രാഷ്ട്രീയ നേതാവായി മാറാനും അയാൾക്ക് കഴിഞ്ഞില്ല. തിരഞ്ഞെടുപ്പുകളിൽ കാര്യമായ ചലനമുണ്ടാക്കാൻ
പഖ്തൂനി ഹിന്ദ് പാർട്ടിക്ക് സാധിച്ചില്ല. അതോടെ സജീവ രാഷ്ട്രീയത്തിൽ നിന്നുള്ള സ്വപ്നങ്ങളും അയാൾ ഉപേക്ഷിച്ചു. കരീം ലാലയുടെ ജീവിതത്തിലെ മറ്റൊരു പ്രധാന അധ്യായമായിരുന്നു ബോളിവുഡുമായുള്ള അയാളുടെ ബന്ധം. സിനിമാ നിർമ്മാണത്തിൽ പണം മുടക്കിയിരുന്ന ഹാജി മസ്താനെപ്പോലെ കരീം ലാലയും ഒരു ഫിനാൻസിയറായിരുന്നു. പല നിർമ്മാതാക്കളും അയാളിൽ നിന്ന് പണം കടം വാങ്ങിയിരുന്നു. ഇതിലൂടെ ബോളിവുഡിലെ പല പ്രമുഖരുമായും അയാൾക്ക് അടുത്ത സൗഹൃദമുണ്ടായി. ദിലീപ് കുമാർ, രാജ് കപൂർ, അമിതാഭ് ബച്ചൻ തുടങ്ങിയ സൂപ്പർ താരങ്ങൾ അയാളുടെ അതിഥികളായി വീട്ടിലെത്തിയിരുന്നു എന്ന് പറയപ്പെടുന്നു. അയാളുടെ സിനിമാ ബന്ധങ്ങളെക്കുറിച്ച് പല കഥകളും പ്രചാരത്തിലുണ്ട്. ഒരിക്കൽ പ്രശസ്ത നടൻ സഞ്ജയ് ദത്തിന്റെ പിതാവ് സുനിൽ ദത്ത് തന്റെ മകനെ ഭീഷണിപ്പെടുത്തിയ ഒരു അധോലോക നേതാവിന്റെ ശല്യം സഹിക്കവയ്യാതെ കരീം ലാലയെ സമീപിച്ചുവത്രേ. കഥ കേട്ട കരീം ലാല ആ നേതാവിനെ വിളിച്ചുവരുത്തി താക്കീത് നൽകി. അതോടെ ആ പ്രശ്നം അവസാനിച്ചു. ഇത്തരം സംഭവങ്ങൾ അയാളുടെ രക്ഷകൻ എന്ന പ്രതിച്ഛായയ്ക്ക് കൂടുതൽ നിറം നൽകി. സിനിമയിലെന്നതുപോലെ ജീവിതത്തിലും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന ഒരു ഗോഡ്ഫാദർ ആയിരുന്നു പലർക്കും കരീം ലാല. തന്റെ അവസാന കാലങ്ങളിൽ കരീം ലാല കൂടുതൽ സമയവും കുടുംബത്തോടൊപ്പമാണ് ചിലവഴിച്ചത്. പഴയ ശത്രുതകളെല്ലാം അയാൾ മറന്നു. ഒരു കാലത്ത് തന്റെ സാമ്രാജ്യം തകർത്തെറിഞ്ഞ ദാവൂദ് ഇബ്രാഹിമുമായി പോലും അയാൾ സൗഹൃദപരമായ ഒരു ബന്ധം സ്ഥാപിച്ചു എന്ന് ചിലർ പറയുന്നു. ദാവൂദ് ദുബായിലേക്ക് കടന്നതിനു ശേഷം മുംബൈയിലുള്ള അയാളുടെ സഹോദരിയുടെ വിവാഹത്തിൽ കരീം ലാല പങ്കെടുത്തിരുന്നു. ഇത് പഴയ തലമുറയിലെ അധോലോക നായകൻ പുതിയ തലമുറയ്ക്ക് വഴിമാറിക്കൊടുത്തതിന്റെ ഒരു പ്രതീകാത്മക നിമിഷമായി പലരും കാണുന്നു. ഒരു വശത്ത് ഭീഷണിപ്പെടുത്തി പണം പിരിക്കുന്ന, എതിരാളികളെ നിഷ്കരുണം വകവരുത്തുന്ന ഒരു ക്രൂരനായ കുറ്റവാളി, മറുവശത്ത് പാവപ്പെട്ടവർക്ക് നീതി നടപ്പിലാക്കി കൊടുക്കുന്ന തന്റെ സമൂഹത്തിന്റെ രക്ഷകനായി നിലകൊള്ളുന്ന ഒരു നേതാവ്. ഈ രണ്ടു മുഖങ്ങളും കരീം ലാലയുടെ ജീവിതത്തിൽ കെട്ടുപിണഞ്ഞു കിടന്നു. അയാളുടെ പ്രവൃത്തികളെ നിയമത്തിന്റെ കണ്ണിലൂടെ മാത്രം നോക്കുമ്പോൾ അയാൾ ഒരു കൊടും കുറ്റവാളിയാണ്. എന്നാൽ അയാൾ ജീവിച്ച സമൂഹത്തിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ അയാൾ ഒരു രാജാവായിരുന്നു. ഈ വൈരുദ്ധ്യമാണ് കരീം ലാല എന്ന വ്യക്തിത്വത്തെ ചരിത്രത്തിൽ സവിശേഷമാക്കുന്നത്. മുംബൈ അധോലോകത്തിന്റെ ആദ്യത്തെ ഡോൺ തന്റെ ജീവിതത്തിന്റെ അവസാന അധ്യായങ്ങളിലേക്ക് കടക്കുകയായിരുന്നു. കരീം ലാലയുടെ ജീവിതത്തെയും വ്യക്തിത്വത്തെയും മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നാം അക്കാലത്തെ സാമൂഹികവും രാഷ്ട്രീയവുമായ സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ദശകങ്ങളിൽ ഭരണകൂടത്തിനും നിയമവ്യവസ്ഥയ്ക്കും സമൂഹത്തിന്റെ എല്ലാ തട്ടുകളിലേക്കും ഒരുപോലെ എത്തിച്ചേരാൻ കഴിഞ്ഞിരുന്നില്ല. പ്രത്യേകിച്ചും മുംബൈ പോലുള്ള മഹാനഗരങ്ങളിലെ ചേരികളിലും തൊഴിലാളി കേന്ദ്രങ്ങളിലും താമസിച്ചിരുന്ന സാധാരണക്കാർക്ക് നീതി പലപ്പോഴും അകലെയായിരുന്നു. പോലീസിനെ സമീപിച്ചാലോ കോടതിയെ സമീപിച്ചാലോ വർഷങ്ങൾ നീണ്ടുനിൽക്കുന്ന നിയമ നടപടികൾ സാധാരണക്കാരന് താങ്ങാനാവുമായിരുന്നില്ല. ഈ ശൂന്യതയിലേക്കാണ് കരീം ലാല പോലുള്ള സമാന്തര അധികാര കേന്ദ്രങ്ങൾ കടന്നുവന്നത്. അവർ നൽകിയത് പെട്ടെന്നുള്ള നീതിയായിരുന്നു. ഒരു കച്ചവടക്കാരന് കിട്ടാനുള്ള പണം ഒരു ഗുണ്ട പിടിച്ചുവാങ്ങാൻ ശ്രമിക്കുമ്പോൾ പോലീസിൽ പരാതിപ്പെട്ടാൽ മാസങ്ങളെടുക്കുമായിരുന്ന പ്രശ്നം കരീം ലാലയുടെ ദർബാറിൽ മണിക്കൂറുകൾക്കുള്ളിൽ പരിഹരിക്കപ്പെട്ടു. ഭൂമി തർക്കങ്ങൾ, വാടക പ്രശ്നങ്ങൾ, കുടുംബകലഹങ്ങൾ എന്നിവയ്ക്ക് അയാൾ നൽകിയ പരിഹാരങ്ങൾ പലർക്കും ആശ്വാസമായി. ഈ സേവനങ്ങൾക്ക് പകരമായി അയാൾ സംരക്ഷണമെന്ന പേരിൽ പണം പിരിക്കുകയോ തന്റെ അനധികൃത ഇടപാടുകൾക്ക് ഈ ജനകീയ പിന്തുണയെ ഒരു മറയായി ഉപയോഗിക്കുകയോ ചെയ്തു. അയാളൊരു പഷ്തൂൺ വംശീയ നേതാവ് കൂടിയായിരുന്നു. അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും കുടിയേറിപ്പാർത്ത ആയിരക്കണക്കിന് പഷ്തൂണുകൾക്ക് കരീം ലാല ഒരു ആശ്രയമായിരുന്നു. അവർക്ക് താമസ സൗകര്യമൊരുക്കാനും ജോലി കണ്ടെത്താനും സാമ്പത്തികമായി സഹായിക്കാനും അയാൾ മുന്നിട്ടിറങ്ങി. ഈ സമൂഹം അയാൾക്കു ചുറ്റും ഒരു രക്ഷാകവചം തീർത്തു. പോലീസിനു പോലും പലപ്പോഴും അയാളുടെ അധികാര കേന്ദ്രങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ ഭയമായിരുന്നു. അയാൾ അവരുടെ ലാല അഥവാ മൂത്ത സഹോദരനായിരുന്നു. അവരുടെ കണ്ണിൽ അയാൾ നിയമത്തിന് അതീതനായ ഒരു രാജാവായിരുന്നു. കരീം ലാലയുടെ പ്രവർത്തന രീതികളെക്കുറിച്ച് പോലീസ് ഉദ്യോഗസ്ഥർക്ക് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. എന്നാൽ ശക്തമായ തെളിവുകളുടെ അഭാവവും രാഷ്ട്രീയ സ്വാധീനവും സാക്ഷികൾ ഭയന്ന് പിന്മാറുന്നതും കാരണം അയാൾക്കെതിരെ കേസെടുക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. നിരവധി തവണ അറസ്റ്റ് ചെയ്യപ്പെട്ടെങ്കിലും ഓരോ തവണയും അയാൾ നിയമത്തിന്റെ പഴുതുകളിലൂടെ രക്ഷപ്പെട്ടു. തന്റെ ജീവിതകാലത്തിനിടയിൽ ആകെ ഒരു കേസിൽ മാത്രമാണ് അയാൾക്ക് ശിക്ഷ ലഭിച്ചത്, അതും ഒരു ചെറിയ കാലയളവിലേക്ക് മാത്രം. ഇത് അയാളുടെ സാമ്രാജ്യത്തിന്റെ ശക്തിയും നിയമവ്യവസ്ഥയുടെ ദൗർബല്യവും ഒരുപോലെ തുറന്നുകാട്ടുന്നു. ദാവൂദ് ഇബ്രാഹിമിന്റെ വരവോടെയാണ് ഈ പഴയ രീതികൾക്ക് മാറ്റം വന്നത്. കരീം ലാലയും ഹാജി മസ്താനും വരദരാജനും കുറ്റകൃത്യങ്ങളെ ഒരു ബിസിനസ്സായി കണ്ടപ്പോൾ ദാവൂദ് അതിനെ ഒരു യുദ്ധമായി കണ്ടു.
എതിരാളികളെ പൂർണ്ണമായി ഇല്ലാതാക്കുക, അധികാരം പൂർണ്ണമായി കൈക്കലാക്കുക എന്നതായിരുന്നു അയാളുടെ നയം. പഴയ തലമുറയിലെ ഡോണുകൾക്ക് ഒരു സാമൂഹിക മുഖം കൂടി ഉണ്ടായിരുന്നു. എന്നാൽ ദാവൂദിന്റെ ഡി കമ്പനി പൂർണ്ണമായും ഒരു ക്രിമിനൽ സിൻഡിക്കേറ്റായിരുന്നു. അവർ ബോംബുകൾ ഉപയോഗിച്ചു, തീവ്രവാദ സംഘടനകളുമായി ബന്ധം സ്ഥാപിച്ചു, രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയായി മാറി. 1993 മുംബൈ സ്ഫോടന പരമ്പര ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഈ സ്ഫോടനങ്ങളോടെ മുംബൈ അധോലോകത്തിന്റെ മുഖം എന്നേക്കുമായി മാറി. മതം, വർഗീയത, തീവ്രവാദം എന്നിവ കുറ്റകൃത്യങ്ങളുമായി കൂടിക്കലർന്നു. കരീംലാല പ്രതിനിധാനം ചെയ്തിരുന്ന ആ പഴയ അധോലോക സംസ്കാരം അതോടെ പൂർണ്ണമായി അസ്തമിച്ചു. തന്റെ അവസാന നാളുകളിൽ ഈ മാറ്റങ്ങളെല്ലാം കണ്ട് നിശബ്ദനായിരിക്കാനായിരുന്നു കരീംലാലയുടെ വിധി. ഒരു കാലത്ത് താൻ ഭരിച്ചിരുന്ന നഗരം രക്തത്തിലും സ്ഫോടനങ്ങളിലും മുങ്ങുന്നത് അയാൾക്ക് കാണേണ്ടി വന്നു. താൻ സ്ഥാപിച്ച നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് പുതിയൊരു തലമുറ അധികാരം പിടിച്ചെടുക്കുന്നത് അയാൾക്ക് നോക്കി നിൽക്കേണ്ടി വന്നു. തന്റെ കാലം കഴിഞ്ഞുവെന്ന് ആ വൃദ്ധൻ പൂർണ്ണമായി തിരിച്ചറിഞ്ഞിരുന്നു. 2002 ഫെബ്രുവരി 19 തന്റെ 90-ാം വയസ്സിൽ വാർദ്ധക്യസഹജമായ അസുഖങ്ങളെ തുടർന്ന് കരീംലാല ഈ ലോകത്തോട് വിട പറഞ്ഞു. മുംബൈയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. അയാളുടെ മരണത്തോടെ മുംബൈ അധോലോകത്തിന്റെ ഒരു നിർണായകമായ അധ്യായത്തിന് തിരശീല വീണു. അഫ്ഗാനിസ്ഥാനിലെ മലനിരകളിൽ നിന്ന് വന്ന് ബോംബെ നഗരത്തിന്റെ അധോലോക ചക്രവർത്തിയായി മാറിയ ആ മനുഷ്യന്റെ ജീവിതം ഒരു സിനിമാ കഥ പോലെ അവസാനിച്ചു. കരീംലാലയുടെ മരണാനന്തര ചടങ്ങുകൾ അയാളുടെ ജീവിതം പോലെ തന്നെ ശ്രദ്ധേയമായിരുന്നു. മുംബൈയിലെ മറൈൻ ലൈൻസിലുള്ള വലിയ ഖബർസ്ഥാനിൽ ആയിരക്കണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിലാണ് അയാളുടെ മൃതദേഹം സംസ്കരിച്ചത്. അതിൽ പാവപ്പെട്ടവരും പണക്കാരുമുണ്ടായിരുന്നു. ഒരു കാലത്ത് അയാളുടെ സംരക്ഷണയിൽ കഴിഞ്ഞിരുന്ന സാധാരണക്കാരും ബോളിവുഡിലെ പ്രമുഖരും രാഷ്ട്രീയക്കാരും വ്യവസായികളും ആ അവസാന യാത്രയിൽ പങ്കുകൊണ്ടു. തന്റെ ജീവിതകാലത്ത് അയാൾ സൃഷ്ടിച്ച സങ്കീർണമായ ബന്ധങ്ങളുടെ ഒരു നേർക്കാഴ്ചയായിരുന്നു ആ ജനക്കൂട്ടം. ഇന്ന് കരീംലാലയുടെ പേര് മുംബൈ അധോലോക ചരിത്രത്തിലെ ഒരു അടയാളപ്പെടുത്തലാണ്. ഹാജി മസ്താനും വരദരാജൻ മുതലിയാർക്കുമൊപ്പം മുംബൈയെ നിയന്ത്രിച്ച 3 ശക്തികേന്ദ്രങ്ങളിൽ ഒരാളായി അയാൾ ഓർമ്മിക്കപ്പെടുന്നു. എന്നാൽ ആരായിരുന്നു യഥാർത്ഥ കരീംലാല? ഈ ചോദ്യത്തിന് ലളിതമായ ഒരു ഉത്തരമില്ല. ഒരർത്ഥത്തിൽ അയാൾ ഇന്ത്യൻ ഭരണകൂടത്തിന്റെ പരാജയത്തിന്റെ പ്രതീകമായിരുന്നു. നിയമവ്യവസ്ഥയ്ക്ക് സാധാരണക്കാരന് നീതി ഉറപ്പാക്കാൻ കഴിയാതെ വരുമ്പോഴുണ്ടാകുന്ന ശൂന്യതയിൽ നിന്നാണ് കരീംലാലയെപ്പോലുള്ളവർ ഉയർന്നുവരുന്നത്. പോലീസും കോടതിയും കൈയൊഴിഞ്ഞപ്പോൾ അയാൾ അവർക്കൊരു സമാന്തര നീതിന്യായ വ്യവസ്ഥ വാഗ്ദാനം ചെയ്തു. ആ വ്യവസ്ഥ ക്രൂരവും നിയമവിരുദ്ധവുമായിരുന്നു. പക്ഷേ അത് വേഗതയേറിയതും ഫലപ്രദവുമാണെന്ന് പലരും വിശ്വസിച്ചു. മറ്റൊരു തരത്തിൽ അയാളൊരു സാമൂഹിക നേതാവായിരുന്നു. തന്റെ പഷ്തൂൺ സമൂഹത്തിന് അയാളൊരു അത്താണിയായിരുന്നു. കുടിയേറ്റുകാരായ ആ ജനതയ്ക്ക് മുംബൈ പോലൊരു മഹാനഗരത്തിൽ അതിജീവിക്കാനുള്ള കരുത്തും പിന്തുണയും അയാൾ നൽകി. അവരുടെ തർക്കങ്ങൾ പരിഹരിക്കുന്ന മധ്യസ്ഥനും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന രക്ഷകനുമായിരുന്നു അയാൾ. ഈ ജനകീയ പിന്തുണയാണ് അയാളുടെ അധോലോക സാമ്രാജ്യത്തിന്റെ അടിത്തറയായി വർത്തിച്ചത്. എന്നാൽ ഈ നല്ല മുഖങ്ങൾക്കെല്ലാം അപ്പുറം അയാൾ ഒരു കുറ്റവാളി തന്നെയായിരുന്നു. ഭീഷണി, ബലപ്രയോഗം, കൊലപാതകം, ചൂതാട്ടം, കള്ളക്കടത്ത് തുടങ്ങിയ നിരവധി കുറ്റകൃത്യങ്ങളിലൂടെയാണ് അയാൾ തന്റെ സാമ്രാജ്യം കെട്ടിപ്പടുത്തത്. അയാളുടെ കൈകൾ നിരപരാധികളുടെ രക്തം കൊണ്ട് കളങ്കക്കെട്ടിട്ടുണ്ടാകാം. നിയമവാഴ്ചയെ വെല്ലുവിളിച്ചുകൊണ്ട് നഗരത്തിൽ ഭീതിയുടെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ അയാൾ ഒരു പ്രധാന പങ്ക് വഹിച്ചു. കരീംലാലയുടെ കഥ വ്യക്തിയും സാഹചര്യങ്ങളും തമ്മിലുള്ള ഒരു സംഘർഷത്തിന്റെ കഥ കൂടിയാണ്. അഫ്ഗാനിസ്ഥാനിലെ ഒരു സാധാരണ ഗ്രാമത്തിൽ ജനിച്ചു വീണ അബ്ദുൽ കരീം ഷേർഖാൻ ബോംബെ എന്ന മഹാനഗരത്തിലെ സാഹചര്യങ്ങളാൽ രൂപപ്പെടുത്തിയെടുക്കപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു. അതിജീവനത്തിനായി തുടങ്ങിയ പോരാട്ടം പതിയെ അധികാരത്തിനായുള്ള പോരാട്ടമായി മാറി. അധികാരം അയാളെ ഒരു പുതിയ മനുഷ്യനാക്കി. ഒരേ സമയം സ്നേഹിക്കപ്പെടുകയും വെറുക്കപ്പെടുകയും ചെയ്യുന്ന, ഭയവും ബഹുമാനവും ഒരുപോലെ സമ്പാദിച്ച ഒരു സങ്കീർണ വ്യക്തിത്വമായി അയാൾ മാറി. ചരിത്രം കരീംലാലയെ എങ്ങനെ വിലയിരുത്തും? ഒരുപക്ഷേ മുംബൈ അധോലോകത്തിന്റെ ഗോഡ്ഫാദർ എന്ന ലേബലിൽ തന്നെയാകും അയാൾ ഓർമ്മിക്കപ്പെടുക. ദാവൂദ് ഇബ്രാഹിമിനെ പോലുള്ള ഒരു പുതിയ തലമുറയ്ക്ക് വഴിമാറിക്കൊടുക്കേണ്ടി വന്ന പഴയ അധോലോക സംസ്കാരത്തിന്റെ അവസാനത്തെ കണ്ണികളിൽ ഒരാളായി അയാൾ അടയാളപ്പെടുത്തപ്പെടും. ഇന്ന് മുംബൈയുടെ തെരുവുകൾ ഒരുപാട് മാറിയിരിക്കുന്നു. പഴയ അധോലോക നായകന്മാരുടെ കഥകൾ പഴങ്കഥകളായി മാറിയിരിക്കുന്നു. പുതിയ കുറ്റവാളികളും പുതിയ കുറ്റകൃത്യങ്ങളും ആ സ്ഥാനം കൈയടക്കിയിരിക്കുന്നു. എങ്കിലും ഡോങ്ക്രിയിലും ബെണ്ടി ബസാറിലുമേ ഇടുങ്ങിയ തെരുവുകളിൽ
പഴയ തലമുറയിലെ ആളുകളുടെ ഓർമ്മകളിൽ കരീംലാല എന്ന പേര് ഇപ്പോഴും ഒരു നെടുവീർപ്പോടെ ഓർമ്മിക്കപ്പെടുന്നുണ്ടാകാം. തങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാനും തങ്ങൾക്കു വേണ്ടി സംസാരിക്കാനും തങ്ങൾക്ക് നീതി നടപ്പിലാക്കിത്തരാനും ഒരാളുണ്ടായിരുന്ന കാലത്തിന്റെ ഓർമ്മയായി. നിയമം ശരിയോ തെറ്റോ എന്ന് വിധിയെഴുതുന്നതിനപ്പുറം ഒരു കാലഘട്ടത്തിന്റെ, ഒരു നഗരത്തിന്റെ, ഒരു സമൂഹത്തിന്റെ സങ്കീർണമായ യാഥാർത്ഥ്യങ്ങളുടെ നേർസാക്ഷ്യമായി കരീംലാലയുടെ ജീവിതം നിലനിൽക്കുന്നു. അബ്ദുൽ കരീം ഷേർഖാൻ എന്ന സാധാരണക്കാരനിൽ നിന്ന് കരീംലാല എന്ന അധോലോക ചക്രവർത്തിയിലേക്കുള്ള ആ യാത്ര ഇന്ത്യൻ അധോലോക ചരിത്രത്തിലെ ഏറ്റവും നാടകീയമായ അധ്യായങ്ങളിലൊന്നാണ്. നന്മയും തിന്മയും കെട്ടുപിണങ്ങി കിടക്കുന്ന, ശരിയും തെറ്റും തിരിച്ചറിയാനാവാത്ത ആ ഇരുണ്ട ലോകത്തിന്റെ നേർക്കാഴ്ചയാണ് ആ ജീവിതം നമുക്ക് നൽകുന്നത്. ഈ ചരിത്രയാത്ര ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നമസ്കാരം.